നമസ്തേ. യോഗാസനങ്ങൾ ഏത് ക്രമത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പലരും സംശയം ചോദിക്കാറുണ്ട്. ഏതാദ്യം ചെയ്യണം, മറന്നുപോകും എന്നൊക്കെ പറയാറുണ്ട്. ആദ്യം നമ്മൾ ചെറിയ വ്യായാമങ്ങൾ, ശിഥിലീകരണ വ്യായാമങ്ങൾ ചെയ്യുന്നവരെ അത് ചെയ്യാം. അതേപോലെ സൂര്യ നമസ്കാരം, മേരുദണ്ഡാസനക്രിയ, കാലുയർത്തൽ, അങ്ങനെയുള്ള 1-2 വ്യായാമങ്ങൾക്ക് ശേഷം യോഗാസനങ്ങൾ ചെയ്തു തുടങ്ങാം. ഒരു കുട്ടി ജനിച്ച് ആദ്യം മലർന്ന് കിടക്കുകയാണ് ചെയ്യുക. പിന്നെ കമിഴ്ന്ന് കിടക്കാനായിട്ട് പരിശ്രമിക്കും. അപ്പം അതിനിടയിൽ ചെരിഞ്ഞ് കിടക്കും, കമിഴ്ന്ന് കിടക്കും, പിന്നെ എഴുന്നേറ്റിരിക്കും, പിന്നെ നിൽക്കും. ഈ ഒരു ക്രമത്തിലായിരിക്കണം നമ്മൾ യോഗാസനങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം മലർന്ന് കിടന്നിട്ടുള്ള ആസനങ്ങൾ ചെയ്യുക. അതിനുശേഷം ചെരിഞ്ഞ് കിടന്നിട്ടുള്ള ആസനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതിനുശേഷം കമിഴ്ന്ന് കിടന്നിട്ടുള്ള ആസനങ്ങൾ, ഭുജംഗാസന, ശലഭാസനം, അങ്ങനെയുള്ള ആസനങ്ങൾ ചെയ്യാം. പിന്നെ എഴുന്നേറ്റിരുന്നിട്ട് അർദ്ധമത്സ്യേന്ദ്രാസനം, വക്രാസനം, അങ്ങനെയുള്ള പോലുള്ള ആസനങ്ങൾ, ബാലൻസിംഗ് പോസൊക്കെ അതിൽ ചെയ്യാം. അതിനുശേഷം നിന്നിട്ടുള്ള ആസനങ്ങൾ ചെയ്യുക. ഈ ഒരു ക്രമത്തിലായിരിക്കണം യോഗാസനങ്ങൾ നമ്മൾ ചെയ്ത് ശീലിക്കേണ്ടത്. നന്ദി, നമസ്കാരം.